എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ 46 വരെയുള്ള വാക്യങ്ങളാണ്. യേശു കർത്താവ് ഒലിവുമല പ്രഭാഷണം അവസാനിപ്പിക്കുമ്പോൾ തന്റെ മടങ്ങിവരവിൽ ചെയ്യുന്ന ന്യായവിധികളുടെ ഒരു പരമ്പരയെക്കുറിച്ച് പഠിപ്പിക്കുന്നതിനായി അവതരിപ്പിക്കുന്ന 4 ഉപമകളിൽ ദുഷ്ടദാസന്റെ ഉപമ, 10 കന്യകമാരുടെ ഉപമ, താലന്തുകളുടെ ഉപമ എന്നിവ നാം വായിച്ചു. കർത്താവിന്റെ തിരിച്ചുവരവിൽ താൻ നടത്തുന്ന ന്യായവിധി എങ്ങനെയായിരിക്കുമെന്ന് ഉപദേശിക്കുന്ന ഈ 4 ഉപമകളിൽ അവസാനത്തെ ഉപമയായ ചെമ്മരിയാടുകളുടെയും കോലാടുകളുടെയും ഉപമയാണ് മത്തായി സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. ആദ്യത്തെ 3 ഉപമകളിലെ പ്രധാന ആശയങ്ങൾ ക്രിസ്തു മടങ്ങി വരുമ്പോൾ തന്റെ ജനത്തെ ന്യായം വിധിക്കുമെന്നതിനാൽ യേശു കർത്താവിനോട് വിശ്വസ്തത പുലർത്തണമെന്നും തിരിച്ചുവരവിനായി സദാ ജാഗരൂകരായിരിക്കണമെന്നും ദൈവരാജ്യത്തിനായി നൽകപ്പെടുന്ന കഴിവുകൾ നിസ്വാർത്ഥമായി ഉപയോഗിക്കണം എന്നിവയായിരുന്നു. ചെമ്മരിയാടുകളുടെയും കോലാടുകളുടെയും ഉപമയിലൂടെ മുമ്പിലത്തെ 3 ഉപമകളിലെ എന്ന പോലെ യേശുവിന്റെ മടങ്ങിവരവിൽ വിശ്വസ്തരായി കണ്ടെത്തപ്പെടുന്നവർക്ക് പ്രതിഫലം ലഭിക്കുമെന്നും അവിശ്വസ്തരായി കണ്ടെത്തപ്പെടുന്നവർക്ക് ശിക്ഷ ലഭിക്കുമെന്നും കർത്താവ് വ്യക്തമാക്കുന്നു. 31 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിലിരിക്കും. സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തന്റെ വലത്തും കോലാടുകളെ തന്റെ ഇടത്തും നിർത്തും. രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. അതിന് നീതിമാന്മാർ അവനോട്, കർത്താവേ, ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്നു കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ച് കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു? ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്തുകൊള്ളുകയോ നഗ്നനായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു? നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിന്റെ അടുക്കൽ വന്നു എന്നുത്തരം പറയും. രാജാവ് അവരോട്, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അരുളി ചെയ്യും. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നില്ല. അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്ത് കൊണ്ടില്ല. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗിയും തടവിലുമായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നില്ല എന്ന് അരുളി ചെയ്യും. അതിന് അവർ, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ അതിഥിയോ നഗ്നനോ രോഗിയോ തടവിലോ ആയി എപ്പോൾ കണ്ടു നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നു എന്നുത്തരം പറയും. അവൻ അവരോട്, ഈ ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്യാഞ്ഞിടത്തോളം എല്ലാം എനിക്ക് ആകുന്നു ചെയ്യാഞ്ഞത് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരമരുളും. ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവങ്കലേക്കും പോകുമെന്ന് നാം വായിക്കുന്നു. 31 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് എല്ലാ വിശുദ്ധ ദൂതന്മാരുമൊപ്പം തന്റെ മഹത്വത്തിൽ വരുമെന്നത് തന്റെ പുനരാഗമനത്തിൽ യേശുക്രിസ്തു ലോകമുണ്ടാകുന്നതിനു മുമ്പ് പിതാവിനൊപ്പം തനിക്കുണ്ടായിരുന്ന ദൈവമഹത്വത്തിൽ മുഴുവൻ ഭൂമിയുടെയും ന്യായാധിപനായി എല്ലാ ബഹുമാനത്തോടും ശക്തിയോടും അധികാരത്തോടും കൂടി മനുഷ്യരുടെ മേൽ ന്യായവിധി നടത്താൻ കർത്താവ് വരുമെന്നത് വ്യക്തമാക്കുന്നു. പിന്നെ അവൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കും എന്നത് സകല മനുഷ്യർക്കും അവൻ ന്യായാധിപതിയായി ഇരിക്കുന്നത് എല്ലാവർക്കും ദൃശ്യമാകും എന്നത് സൂചിപ്പിക്കുന്നു. സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും എന്നത് ജൂതന്മാരോ വിജാതീയരോ ഉയർന്നവരോ താഴ്ന്നവരോ ധനികരോ ദരിദ്രരോ ജ്ഞാനികളോ ആയ എല്ലാവരും അന്ത്യദിനത്തിൽ ന്യായാസനത്തിന് മുമ്പാകെ ഹാജരാകേണ്ടതുണ്ട് എന്നും ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിക്കുമെന്നത് ഇന്ന് ദൃശ്യമായ അവസ്ഥയിൽ സഭയിലും ലോകത്തിലും ദൈവമക്കളും രക്ഷിക്കപ്പെട്ടവരുമായവരെ വ്യാജവിശ്വാസികളുടെയും അവിശ്വാസികളുടെയും ഇടയിൽ നിന്ന് ഒരു ഇടയൻ ചെമ്മരിയാടുകളും കോലാടുകളും അടങ്ങിയ ആട്ടിൻകൂട്ടത്തെ തമ്മിൽ വേർപെടുത്തുന്നത് പോലെ ഇടതും വലതുമായി വേർതിരിക്കും എന്നത് സൂചിപ്പിക്കുന്നു. വലതുഭാഗത്ത് നിൽക്കുന്ന നീതിമാന്മാരെ ചെമ്മരിയാടുകളായും ഇടതുഭാഗത്ത് നിൽക്കുന്നവരെ കോലാടുകളായും നിർത്തുമെന്നതിൽ ചെമ്മരിയാടുകൾ എന്നത് എപ്പോഴും ദൈവജനത്തെ സൂചിപ്പിക്കുന്ന പ്രതീകമായി കർത്താവ് തന്നെ സുവിശേഷങ്ങളിലുടനീളം ചൂണ്ടിക്കാണിക്കുന്നതായി
യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഉൾപ്പെടെ നാം വായിക്കുന്നു. വലതുഭാഗത്ത് നിർത്തുക എന്നത് ദൈവജനത്തോടുള്ള കർത്താവിന്റെ സ്നേഹത്തെയും ബഹുമാനത്തിന്റെയും അടയാളമായും കർത്താവ് അവരെ ഉയർത്താൻ പോകുന്ന മഹത്വത്തിന്റെയും പ്രതീകമായും മനസ്സിലാക്കാം. രാജാവ് തന്റെ വലത്തുള്ളവരോട്, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ എന്ന് അരുൾ ചെയ്യുന്നതിൽ രാജാവ് എന്ന പദം ക്രിസ്തുവിന്റെ നിത്യരാജത്വത്തെയും ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം എന്നത് വിശുദ്ധരുടെ രക്ഷയെക്കുറിച്ചുള്ള പദ്ധതി ലോകമുണ്ടാകും മുമ്പേ നിയമിക്കപ്പെടുകയും രൂപകൽപ്പന ചെയ്യപ്പെടുകയും ചെയ്തത് പിതാവായ ദൈവത്തിന്റെ വ്യവസ്ഥാതീത സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണെന്നും ഈ വ്യക്തികൾ നേരത്തെ തന്നെ ദൈവത്താൽ പ്രിയപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരുമായി മാറിയ ഈ മഹത്വം സൗജന്യ കൃപയാൽ സ്വന്തം യോഗ്യതയോ അവർ ചെയ്ത ഏതെങ്കിലും പ്രവൃത്തികൾ നിമിത്തമോ അല്ല എന്നും ഉള്ളതിനെ സൂചിപ്പിക്കുന്നു. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം ലോക സൃഷ്ടിക്കു മുമ്പേ തന്നെ അവൻ വിശുദ്ധന്മാരുടെ തിരഞ്ഞെടുപ്പ് നടത്തി അവരുടെ ജീവിതം ക്രിസ്തുവിനാൽ വിശുദ്ധവും നിഷ്കളങ്കവുമാകണമെന്ന് നിർണയിച്ചുവെന്നും ക്രിസ്തു മുഖാന്തരം ദത്തെടുക്കാൻ ദൈവം ഇച്ഛിച്ചത് തന്റെ മഹത്തായ കൃപയെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണെന്നും ഇത് ദൈവത്തിന്റെ അഗാധമായ സ്നേഹത്തിലും അവൻ തന്റെ തിരുഹിതത്താൽ നിശ്ചയിച്ച പദ്ധതിയാലുമാണ് എന്നും എഴുതിയിരിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം 30-ാം വാക്യത്തിൽ മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വ്യവസ്ഥാതീത രക്ഷാകര പദ്ധതി വിവരിച്ചിരിക്കുന്നു. 35 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിപ്പാൻ തന്നു, ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു, നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു, തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു എന്ന് വിശുദ്ധരുടെ വിശ്വാസത്തിന്റെ ഫലങ്ങളായ സൽപ്രവർത്തികൾ ഓരോന്നായി കർത്താവ് അന്ത്യദിവസം ഓർക്കും എന്നതിനെ സൂചിപ്പിക്കുന്നു. ദൈവമക്കൾ ഈ പ്രവൃത്തികൾ ചെയ്യുന്നത് തങ്ങളുടെ വിശ്വാസത്താൽ പരിശുദ്ധാത്മാവിന്റെ ഫലമായിട്ടാണ് എന്ന് ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-23 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. 37-39 വാക്യങ്ങളിൽ വലതുഭാഗത്തുള്ളവർ ചോദിക്കുന്നത് എപ്പോഴാണ് കർത്താവിനെ ഇങ്ങനെ സേവിച്ചത് എന്നാണ്. അതായത് അവരാരും നന്മ ചെയ്തതിലൂടെ രക്ഷ നേടാൻ ശ്രമിച്ചിട്ടില്ല എന്നും ദൈവത്തിന്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ടതിന്റെ ഫലമായിയാണ് അവർ ഈ സൽപ്രവൃത്തികൾ ചെയ്തത് എന്നും വ്യക്തമാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല, നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു, നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്നു. 40-ാം വാക്യത്തിൽ രാജാവ് അവരോട്, എന്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തോടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് കർത്താവ് പറയുന്നതിൽ മത്തായി സുവിശേഷം 10-ാം അധ്യായം 42-ാം വാക്യം, മത്തായി സുവിശേഷം 18-ാം അധ്യായം 6, 10, 14 എന്നീ വാക്യങ്ങൾ കൂടെ ചേർത്ത് വായിച്ചാൽ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാർ എന്നത് ക്രിസ്തുവിൽ ആശ്രയം വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ ജനമായ ക്രിസ്തു വിശ്വാസികളെയാണ് കർത്താവ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. 41-ാം വാക്യത്തിൽ പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ എന്ന് പറയുന്നതിൽ അവിശ്വാസികൾ ശപിക്കപ്പെട്ടവരാണെന്നും പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നി എന്നതുകൊണ്ട് നരകം മനുഷ്യർക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല, എന്നാൽ ദൈവവിരുദ്ധരായ അവിശ്വാസികൾ എല്ലാവരും വിധിക്കപ്പെട്ട് അന്ത്യവിധി ദിവസം തള്ളപ്പെടും എന്നതും സൂചിപ്പിക്കുന്നു. 42 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ അതിഥിയോ നഗ്നനോ രോഗിയോ തടവിലോ ആയി കണ്ടപ്പോൾ നിങ്ങൾ എന്നെ കരുതിയില്ല എന്ന് കർത്താവ് അവിശ്വാസികളോട് പറയുമ്പോൾ അവർ, കർത്താവെ, ഞങ്ങൾ നിന്നെ എപ്പോൾ കണ്ട് നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നു എന്ന് ചോദിക്കുന്നതിന് കർത്താവ്, ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തിന് നിങ്ങൾ ചെയ്യാഞ്ഞിടത്തോളം എല്ലാം എനിക്കാകുന്നു ചെയ്യാഞ്ഞത് എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നുത്തരം അരുളും എന്ന് നാം വായിക്കുന്നു. ദൈവജനത്തെ സഹായിക്കാൻ ഹൃദയത്തിൽ ദയയോ കരുണയോ സർവോപരി രക്ഷാകര വിശ്വാസമോ ഇല്ലാത്തവരായിരുന്നു ഇടതുഭാഗത്തുണ്ടായിരുന്ന അവിശ്വാസികൾ എന്ന് ഇത് വ്യക്തമാക്കുന്നു. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ രക്ഷാകരമായ വിശ്വാസം ദൈവജനത്തെ സഹായിക്കുന്ന ശുശ്രൂഷിക്കുന്ന വിശ്വാസമാണെന്നും ജീവിതത്തിൽ പ്രായോഗികമായി
ദൈവസ്നേഹം പ്രകടിപ്പിക്കാത്ത വിശ്വാസം ഉപകാരമില്ലാത്തതും നിരർത്ഥകവുമാണ് എന്ന് വ്യക്തമാക്കുന്നു. അന്തിമവിധിയിൽ യഥാർത്ഥ വിശ്വാസമുള്ളവർ ജീവിതത്തിൽ ദൈവഹിതമനുസരിച്ചുള്ള സൽപ്രവൃത്തികൾ സഹോദര സ്നേഹത്തിൽ ചെയ്യുമെന്നും അവിശ്വാസികൾക്ക് രക്ഷാകരമായ വിശ്വാസമില്ലാത്തതുകൊണ്ട് തന്നെ ദൈവജനത്തോട് സ്നേഹമോ സന്മനസ്സോ ഉണ്ടാവില്ല എന്നും ശിക്ഷാവിധിയിലേക്ക് കടക്കുന്നവർ ഇങ്ങനെ ദൈവജനത്തോട് സ്നേഹമില്ലാത്തവർ ആയിരിക്കും എന്ന് ഈ വേദഭാഗത്തിലൂടെ കർത്താവ് നമ്മൾ ഓരോരുത്തരോടും സംസാരിക്കുന്നു. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.